ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയെന്ന് സ്വന്തം പുണ്യാളൻ ഇന്ന് പൊങ്കൽ അവധി പ്രമാണിച്ച് തിയേറ്ററുകളിൽ ഓടുമ്പോൾ കേരള ട്രാക്കിംഗ് കളക്ഷനിലെ വർധന നേരിടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 12 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 13 ലക്ഷത്തിലേറെയാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. കേരള ബോക്സ് ഓഫീസിൽ 2 കോടി കളക്ഷൻ ഇന്നത്തോടെ മറികടക്കാനായിട്ടൊരുങ്ങുന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 2.5 കോടിയിലേക്ക് അടുക്കുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു ബാലയ്യ സിനിമയാണല്ലോ ഡാക്കു മഹാരാജ്. സിനിമ വെറും 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ വമ്പൻ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേരിടുത്ത സിനിമ ട്രാക്കേഴ്സ് കളക്ഷന്റെ അടിസ്ഥാനത്തിൽ 60 കോടി വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടിരിക്കുകയാണ്. ഇന്നുൾപ്പെടെ മികച്ച ദിവസമായിട്ട് സിനിമയ്ക്ക് മാറുമെന്ന് ഉറപ്പാണ്. 100 കോടി വേൾഡ് വൈഡ് ഗ്രോസ് സിനിമ ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട്. മഹാരാജ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മികച്ച തമിഴ് ത്രില്ലർ സിനിമയാണല്ലോ. വിജയ് സേതുപതി നായകനെത്തിയ സിനിമ കഴിഞ്ഞ വർഷം അവസാനത്തോടെ ചൈനയിലും റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 201 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ചൈനയിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മഹാരാജ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദന്റെ മാർക്കു പൊങ്കൽ അവധി ദിവസത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ വീണ്ടും കളക്ഷന്റെ കാര്യത്തിൽ ട്രാക്കിംഗ് കളക്ഷനിലെ വർധന നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 6 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 7 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. കേരളത്തിന് പുറത്ത് പൊങ്കൽ സംക്രാന്തി അവധി പ്രമാണിച്ച് ഇന്ന് നല്ലൊരു കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ 101 കോടി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മാർക്കോ സിനിമ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൃത്യമായ ഫൈനൽ കളക്ഷൻ അറിയാനായിട്ട്. ഈ ആഴ്ച 2 തമിഴ് സിനിമകളാണല്ലോ പൊങ്കൽ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അതിലൊരു സിനിമ 2013 റിലീസ് ചെയ്യേണ്ടിരുന്ന വിശാൽ നായകനെത്തിയ സിനിമയാണ്. ചിത്രം പെട്ടിയിൽ കിടന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ഞായറാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോഴാകട്ടെ പലരും പ്രതീക്ഷിത ഔട്ട്ഡേറ്റഡ് എന്നൊരു അഭിപ്രായമാണെങ്കിൽ ഇപ്പോഴത്തെ വിന്നർ എന്നൊരു അഭിപ്രായം സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ പൊങ്കൽ വിന്നറായിട്ട് മാറുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. സിനിമയുടെ കളക്ഷൻ 10 കോടി കടന്നുവെന്നാണ് അവസാനമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇന്നൊരു തമിഴ് സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കാതലിക്ക നേരമില്ല എന്ന സിനിമയാണ്. ചിത്രത്തിൽ രവി മോഹൻ ഒപ്പം തന്നെ നിത്യ മേനോൻ തുടങ്ങിയവർ അഭിനയിക്കുന്നു. ഒരു ഇമോഷണൽ ഡ്രാമ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ രവി മോഹന്റെ മികച്ച സിനിമ കൂടിയാണ് കാതലിക്ക നേരമില്ലേ എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ കാത്തിരിക്കൂ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്ക്.